നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. വാക്കാണ് വലുത് എന്ന് പറയാറുണ്ട്. അത് വാഗ്ദാനങ്ങളാവട്ടെ പ്രഖ്യാപനങ്ങളാവട്ടെ, പറഞ്ഞത് മാറ്റി പറയുമ്പോൾ വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലും വിശ്വാസം നഷ്ടപ്പെടാൻ അത് കാരണമാവും. നിലനിൽപ്പിന് വേണ്ടിയാവാം ഈ മാറ്റിപ്പറയലുകളെല്ലാം ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് സാധാരണക്കാരനായാലും ഭരണകർത്താക്കളായാലും ശരി, പിന്നീട് വാഗ്വാദങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നത്. പറഞ്ഞാൽ പിന്നെ അതിൽ തന്നെ നിൽക്കണം, അത് ഉറപ്പാണ്. ഏതായാലും ഞാൻ പറഞ്ഞ് നേരം കളയുന്നില്ല. ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസത്തിലേക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ കടക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗ് ഇന്ന്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിൽ ഇന്ന് തീരുമാനം. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുന്നു. വടക്കൻ കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തുടർച്ചയായ 7ാം ദിവസവും ഇറാനിൽ കനത്ത നാശം. അമേരിക്കയുടെ വ്യോമാക്രമണം. കുവൈറ്റിലെയും ജോർദാനിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് തിരിച്ചടിച്ച് ഇറാൻ. യുദ്ധം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങളെ ഇല്ലാതാക്കുമെന്ന് മുന്നറിയിപ്പ്. ഹോർമൂസിൽ തായ് കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ ഇന്ത്യ. പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1ന്റെ വിക്ഷേപണം രാവിലെ 11:30 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. റോക്കറ്റ് വികസിപ്പിച്ചത് ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനി. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി യോഗം ഇന്ന് കോഴിക്കോട്. വഖഫ് ബോർഡ് പുനഃസംഘടനയും PM ശ്രീയിലെ ലീഗ് നിലപാടും ചർച്ചയ്ക്ക്. ലീഗ് മന്ത്രിമാർ അവഗണിക്കുന്നുവെന്ന യുവജന സംഘടനകളുടെ പരാതിയും ചർച്ച ചെയ്യും. ഫിഫ ലോകകപ്പിലെ 3ാം സ്ഥാനത്തിനുള്ള മത്സരം നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. ലോകകപ്പ് കിരീടത്തിൽ ആര് മുത്തമിടുമെന്ന് നാളെ അറിയാം. അർജന്റീന സ്പെയിൻ പോരാട്ടം ഞായറാഴ്ച രാത്രി 12:30. ഫൈനൽ കാണാൻ വൈദ്യുതി നിയന്ത്രണം തടസ്സമാകില്ലെന്ന് KSEB ചെയർമാൻ MG രാജമാണിക്യം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി വാങ്ങുന്നതിനുള്ള KSEB അപേക്ഷ ഇന്ന് ചേരുന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ യോഗം പരിഗണിക്കും. 24 മണിക്കൂറും വൈദ്യുതി വാങ്ങുന്നതിനാണ് അനുമതി തേടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത വിധം, അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വൈദ്യുതി പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്ന് KSEB അധികൃതരൊക്കെ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കമ്മീഷന് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇത് പരിഗണിക്കാനൊരു സാധ്യത അത് കാണുന്നുണ്ടോ ഇന്നത്തെ യോഗത്തിൽ? തീർച്ചയായും റെഗുലേറ്ററി കമ്മീഷന്റെ യോഗമാണ് ഇന്ന് ചേരുന്നത്. ആ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുക. സാധാരണ രീതിയിൽ തന്നെ KSEBക്ക് വൈദ്യുതി വാങ്ങുന്നതിനൊക്കെ അനുമതി ലഭിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ യോഗം ചേർന്നുകൊണ്ടാണ്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്ന് KSEBയും അതുപോലെ തന്നെ മന്ത്രി അടക്കം വിശദീകരിക്കുകയുണ്ടായി. നിയമസഭയിലടക്കം മന്ത്രി അത്തരത്തിലുള്ള ഒരു വിശദീകരണം അടക്കം നൽകുകയും ചെയ്തതാണ്. റൂൾ 300 പ്രകാരം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. എല്ലിനോ പ്രതിഭാസവും അതുപോലെ തന്നെ മഴ ലഭിക്കാത്തതുമാണ് വലിയൊരു പ്രതിസന്ധിയായി വൈദ്യുതി ഉൽപ്പാദനത്തിൽ, സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയൊരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നത്. മഴയുടെ കുറവ് ഏകദേശം 69% കുറവ് മഴയ്ക്കുണ്ടായിട്ടുണ്ട് എന്ന ഒരു വിശദീകരണമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്നത്. ഡാമുകളിലടക്കം 20% വെള്ളം മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്നും നേരത്തെ തന്നെ അറിയിപ്പുകൾ വന്നിരുന്നു. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ, വൈദ്യുതിയുടെ ഉൽപ്പാദനം വളരെ കുറവാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നാണ്. ആവശ്യമുള്ളതിനേക്കാൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ്, സംസ്ഥാനത്തിന് ആവശ്യമുള്ളതിനേക്കാൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഏകദേശം 500 മെഗാവാട്ടിനടുത്ത് വൈദ്യുതിയുടെ കുറവാണ് ഓരോ ദിവസവും സംസ്ഥാനത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പരിഹരിക്കുന്നതിനായി 200 മെഗാവാട്ടിൻ്റെ വൈദ്യുതി വാങ്ങുന്നതിനുള്ള നടപടി, അതിനുള്ള അനുമതി നൽകണമെന്ന ആവശ്യം KSEB റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഇന്നത്തെ സിറ്റിംഗിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാവും. 5.96 രൂപ യൂണിറ്റിന് ഈ വിലയിൽ വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതി ലഭിക്കണം. ഒപ്പം തന്നെ
അത് മറ്റ് അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സോളാർ വൈദ്യുതി ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഹ്രസ്വകാല ദീർഘകാല കരാറുകൾ ഏർപ്പെട്ടുകൊണ്ട് ആവശ്യമായ വൈദ്യുതി വാങ്ങുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണമെന്നാണ് ഇന്നത്തെ യോഗത്തോട് റെഗുലേറ്ററി കമ്മീഷന്റെ യോഗത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെയും ഇന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ യോഗം പരിഗണിക്കും. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോവുക എന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം, എല്ലാ ദിവസങ്ങളിലും തന്നെ വൈദ്യുതിയുടെ ഒരു നിയന്ത്രണം അത് വളരെ കടുത്ത ഒരു നിയന്ത്രണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. വൈകിട്ട് 7:30 മുതൽ 10:30 വരെ കടുത്ത നിയന്ത്രണം തന്നെ ഇപ്പോൾ വൈദ്യുതി തുടരുന്നുണ്ട്. അത് ഏറെ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിലടക്കം ഓക്സിജൻ്റെ സപ്ലൈ അടക്കം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോകുന്നു. വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോയ സമയത്ത് അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം വരെ ഈ വൈദ്യുതി നിയന്ത്രണത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്ര കണ്ട് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു പരിഹാരം കാണുക എന്നത് തന്നെയാണ് KSEB ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ റെഗുലേറ്ററി കമ്മീഷന്റെ യോഗത്തിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന ഹ്രസ്വകാല കരാറുകളിൽ ഏർപ്പെടുന്നതിനുള്ള പ്രത്യേക മറ്റൊരു അപേക്ഷയും കൂടി KSEB നൽകിയിട്ടുണ്ട്. അതും കൂടി പരിഗണിക്കുകയും ചെയ്യും. അതും കൂടി ലഭ്യമായാൽ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് KSEBക്കുള്ളത്. മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ പലപ്പോഴായി ജനങ്ങളോട് അഭ്യർത്ഥന നടത്തുന്നുണ്ട്. വൈദ്യുതി ഉപഭോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കൂടി ഇക്കാര്യത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം മന്ത്രി ഉൾപ്പെടെ ഇതിനോടകം തന്നെ പല ആവർത്തി അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതി ലഭ്യമായാൽ അത് ഒരു പക്ഷേ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ കാലഘട്ടങ്ങളിൽ വാങ്ങിയിട്ടുള്ള വൈദ്യുതി തിരികെ നൽകേണ്ട ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട്. അതും ഏറെ ഒരു വെല്ലുവിളിയാണ്. അത് കൃത്യമായി തന്നെ തിരികെ നൽകേണ്ട വൈദ്യുതിയാണ്. അതിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉപഭോഗം വർദ്ധിക്കുകയും ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വാങ്ങിയ വൈദ്യുതി തിരികെ നൽകുകയും ചെയ്യുന്ന കാര്യങ്ങൾ തുടരുന്നതിനാൽ തന്നെയാണ് സംസ്ഥാനത്തിന് ആവശ്യമായ ഒരു വൈദ്യുതി സംസ്ഥാനത്ത് ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. അത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. അതുതന്നെയാണ് ഈ വൈദ്യുതി പ്രതിസന്ധിയിലേക്കും വൈദ്യുതി നിയന്ത്രണം അടക്കം കടുപ്പിക്കുന്നതിലേക്കും പോയത്. ഇന്നലെ തന്നെ ഓരോ ദിവസവും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന അറിയിപ്പ് വരുന്നുണ്ടെങ്കിലും അറിയിപ്പില്ലാതെ തന്നെ വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പലപ്പോഴും KSEBക്ക് കടക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനോട് കൂടുതൽ വൈദ്യുതി വാങ്ങുന്നത് സംബന്ധിച്ച് KSEB ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച തീരുമാനവും ഒപ്പം തന്നെ അനുമതിയും റെഗുലേറ്ററി കമ്മീഷൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനം 200 മെഗാവാട്ട് വൈദ്യുതി സോളാർ വൈദ്യുതി. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി വാങ്ങുന്നതിനുള്ള KSEB അപേക്ഷ ഇന്ന് ചേരുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ യോഗം പരിഗണിക്കാൻ പോവുകയാണ്. 24 മണിക്കൂറും വൈദ്യുതി വാങ്ങുന്നതിനാണ് അനുമതി തേടിയിരിക്കുന്നത്. അനുമതി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, വടക്കൻ ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ്. ഇന്നിപ്പോൾ രാവിലത്തെ ഒരു അവസ്ഥ രേഷ്മ നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ കോഴിക്കോട് മഴയില്ലാന്ന് തോന്നുന്നു അല്ലേ? കോഴിക്കോട് രാവിലെയായിരുന്നു ഒരു നേരിയ മഴ മാത്രം ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും മഴ ശക്തമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ജൂലൈ 24 മുതലാണ് 4 വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ മുതലാണ് കാലവർഷം ശക്തമായിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട മഴയാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ജലാശയങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങരുതെന്നും മത്സ്യത്തൊഴിലാളികൾ നിലവിൽ കടലിൽ ഇറങ്ങുന്നവർ സൂക്ഷിക്കണം എന്നുൾപ്പെടെയുള്ള മഴ മുന്നറിയിപ്പുകൾ അതേപടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, മഴ നേരത്തെയുള്ള കഴിഞ്ഞ ആഴ്ച ഉൾപ്പെടെ മഴ നിന്നിരുന്നു. മഴ ശക്തമായിരുന്നില്ല. ഇത്തവണ മഴ കുറവായിരുന്നു, നന്നേ കുറവായിരുന്നു ഈ വർഷം.
എൽനിനോ പ്രതിഭാസത്തെ തുടർന്നായിരുന്നു ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ തന്നെ മാറ്റമുണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ റെഡ് അലേർട്ടിനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രേഷ്മയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1ന്റെ വിക്ഷേപണം ഇന്ന് രാവിലെ 11:30 നടത്തും. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് സ്വകാര്യ എയ്റോസ്പേസ് കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ഇന്ത്യൻ റോക്കറ്റ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഭ്രമണപഥത്തിലെത്താൻ ഒരുങ്ങുന്നത് ഇതാദ്യമായാണ്. ദൗത്യത്തിന് ആഗമൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. വിക്ഷേപണം വിജയിച്ചാൽ മിഷൻ ആഗമൻ ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ വ്യവസായ രംഗത്തിന് മുതൽക്കൂട്ടാകും. സ്വകാര്യ കമ്പനികൾക്ക് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റുകൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനുമുള്ള കഴിവ് ഇതോടെ തെളിയിക്കപ്പെടും. ഏകദേശം 20 മീറ്ററിലധികം ഉയരമുള്ള വിക്രം 1ന് ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്നും 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോവർ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കും. 350 കിലോഗ്രാം വരെയുള്ള ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാനും ശേഷിയുണ്ട്. റോക്കറ്റിലെ ലിക്വിഡ് എഞ്ചിനുകൾ 3D പ്രിന്റ് ചെയ്തെടുത്തവയാണ്. കൂടാതെ ഭാരം കുറഞ്ഞ കാർബൺ കോമ്പോസിറ്റ് ഘടനയിലാണ് നിർമ്മാണം. ഗ്രാഹ സ്പേസ്, കോസ്മോസർവ്, ഡി ക്യൂബ്സ് എന്നിവയുടെ വിവിധ സാങ്കേതിക വിദ്യാ പ്രദർശന പേലോഡുകളും സ്കൈറൂട്ടിന്റെ തന്നെ സ്കോപ്പ് പേലോഡും റോക്കറ്റ് വഹിക്കും. മിഷൻ ആഗമൻ കുതിച്ചുയരുമ്പോൾ സ്വകാര്യ ഇന്ത്യൻ കമ്പനികൾ പതിവായി ബഹിരാകാശ ദൗത്യങ്ങൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ യുഗത്തിനാകും തുടക്കമാവുക. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വിക്രം 1 വികസിപ്പിച്ചത്. മുൻ ISRO ശാസ്ത്രജ്ഞരായ പവൻകുമാർ ചന്ദയും നാഗ്ഭരത് ദാക്കയും ചേർന്ന് 2018 സ്കൈറൂട്ട് എയ്റോസ്പേസ് സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. തുടർച്ചയായ 7ാം ദിവസവും ഇറാന് നേരെ കനത്ത വ്യോമാക്രമണം നടത്തി അമേരിക്ക. ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണമെന്ന് ഇറാൻ ആരോപിച്ചു. ഇന്നലെ രാത്രി ഹോർമുസ് കടലിടുക്കിന്റെ അതിർത്തിയിലുള്ള ഹോർമുസ്ഗൻ പ്രവിശ്യയിലുണ്ടായ ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ അമേരിക്കയ്ക്ക് അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തി. യുദ്ധം ഉടൻ നിർത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ നാശം എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിലെ ജനവാസ മേഖലകളിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും ആക്രമണം തുടങ്ങിയതോടെയാണ് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. 2-3 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ സമ്പൂർണ്ണ നശീകരണ ശൈലിയിലേക്ക് ഇറാൻ നീങ്ങുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC അറിയിപ്പ് കൊടുത്തിരിക്കുന്നു. അതിനിടെ ഹോർമുസ് മറികടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ IRGC തടഞ്ഞു. ഹോർമുസിൽ തായ് കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പിലെ 3ാം സ്ഥാനക്കാർക്കായുള്ള മത്സരം നാളെ നടക്കും. പുലർച്ചെ 2:30 മയാമിയിലാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ലോകോത്തര ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമാണെന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. സെമി ഫൈനലിൽ കാലിടറി വീണ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ 3ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ലൂസേഴ്സ് ഫൈനൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശം ഒട്ടും കുറയില്ല. ബ്രോൺസ് ഫൈനൽ എന്ന് വിളിക്കുന്ന ഈ മത്സരം ഇരു ടീമുകൾക്കും തങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള അവസരമാണ്. മയാമിയിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ടൂർണമെന്റിൽ മികച്ച ഫോമിലായിരുന്ന ഫ്രാൻസിനെ സെമിയിൽ സ്പെയിൻ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളായിരുന്നു ഫ്രാൻസ്. 1966 ശേഷം ആദ്യ കിരീടം ലക്ഷ്യമിട്ടെത്തിയ ഇംഗ്ലണ്ടിന് അർജന്റീനയ്ക്കെതിരെയാണ് അടിതെറ്റിയത്. ഫ്രാൻസിന്റെ 4ാം ലൂസേഴ്സ് ഫൈനലാണ്. 1958, 1982, 1986 ലോകകപ്പുകളിലാണ് ഇതിനു മുൻപ് ലൂസേഴ്സ് ഫൈനലിൽ കളിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ലോകോത്തര ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമാണിത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഈ മത്സരം ആദ്യമായി അവതരിപ്പിച്ചത് 1934 ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന 2ാമത്തെ ലോകകപ്പിലാണ്.
ഈ മത്സരം വെറുമൊരു പ്രദർശന മത്സരമല്ല, മറിച്ച് ഒരു ഔദ്യോഗിക ലോകകപ്പ് മത്സരമായതിനാൽ ഇതിൽ കളിക്കാർ നേടുന്ന ഗോളുകൾ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക കണക്കിൽ ഉൾപ്പെടുത്തുമെന്നതും ശ്രദ്ധേയമാണ്. നാളെ നടക്കുന്ന മത്സരവും ഈ വർഷത്തെ ഗോൾഡൻ ബൂട്ട് വിജയെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. നിലവിൽ അർജന്റീനയുടെ ലയണൽ മെസ്സി 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി ഒന്നാമതാണ്. എന്നാൽ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി മെസ്സിക്ക് തൊട്ടു പിന്നിലുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പിലെ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം സ്ലൊവേനിയയിൽ നിന്നുള്ള സ്ലാവ്കോ വിൻസിച്ചി നിയന്ത്രിക്കും. ശാന്തതയും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും പ്രശസ്തനാണ് റഫറി സ്ലാവ്കോ വിൻസിച്ചി. അർജന്റീന മത്സരങ്ങളെ ചുറ്റിപ്പറ്റി റഫറിമാർക്കെതിരെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മത്സരം നിയന്ത്രിക്കുന്ന റഫറിമാരെയെല്ലാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ മത്സരം നിയന്ത്രിക്കേണ്ട മാച്ച് ഒഫീഷ്യലുകളെയാണ് ഫിഫ പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിനുള്ള ഒഫീഷ്യലുകളുടെ പേരും നേരത്തെ തന്നെ ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട്. സ്ലൊവേനിയയിൽ നിന്നുള്ള സ്ലാവ്കോ വിൻസിച്ചിനെയാണ് ലോകകപ്പ് ഫൈനൽ നിയന്ത്രിക്കാനുള്ള പ്രധാന റഫറിയായി ഫിഫ നിയമിച്ചിരിക്കുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സ്ലൊവേനിയൻ റഫറിയാണ് അദ്ദേഹം. മത്സരങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ശാന്തത പാലിക്കുന്നതിലൂടെയും കൃത്യമായ തീരുമാനങ്ങളിലൂടെയും പ്രശസ്തനാണ് സ്ലാവ്കോ വിൻസിച്ചി. ഫിഫ ഫൈനൽ നിയോഗമറിഞ്ഞപ്പോൾ അദ്ദേഹം വികാരാധീനനായി കണ്ണീരണിഞ്ഞത് ഫുട്ബോൾ ലോകത്ത് വലിയ വാർത്തയായിരുന്നു. 2010 മുതൽ ഫിഫ ഇന്റർനാഷണൽ റഫറിയാണ്. അതേസമയം ഫൈനലിൽ സ്ലോവേനിയക്കാരായ തോമസ് ക്ലാൻകിനിക്കും ആൻഡ്രാസ് കോവാസിച്ചും യഥാക്രമം 1ഉം 2ഉം അസിസ്റ്റന്റ് റഫറിമാരായി മൈതാനത്തുണ്ടാകും. ജോർദാൻ ഖാനായ അദ്ഹ മഖാദ്മയെ 4ാം ഒഫീഷ്യലായും മുഹമ്മദ് അൽ ഖലാഫിനെ റിസർവ് അസിസ്റ്റന്റ് റഫറിയായും നിയമിച്ചു. അതേസമയം റഫറിമാർക്കെതിരെ വിമർശനം അർജന്റീന മത്സരങ്ങളെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്നു. അർജന്റീനയ്ക്ക് അനുകൂലമായി റഫറിമാർ പക്ഷപാതം കാണിക്കുന്നുവെന്നും ഫിഫ ടൂർണമെന്റുകൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ച് ഇംഗ്ലണ്ട്, ഈജിപ്ത് ടീമുകളുടെ ആരാധകരും പരിശീലകരും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഫിഫ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഫൈനൽ തീ പാറുമെന്ന് ഉറപ്പാണ്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 1-2 ഗോളുകൾക്ക് നേടിയ തകർപ്പൻ തിരിച്ചുവരവ് വിജയത്തോടെയാണ് അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചത്. മറുവശത്ത് സെമി ഫൈനലിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ഫൈനലിൽ ഇടം നേടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ടിവി. നിശബ്ദതയുടെ ലോകത്ത് ഫുട്ബോളിന്റെ ആവേശം നിറച്ച് കുട്ടിത്താരങ്ങൾ പരിമിതികളെ പടിക്ക് പുറത്താക്കി ലോകകപ്പ് ഫൈനൽ മത്സരം തന്നെ കളിച്ച് കൗതുകം സൃഷ്ടിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ റഹ്മാനിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ. കാണികളുടെ ആരവങ്ങളും പ്രോത്സാഹനങ്ങളും അവർക്ക് ചുറ്റും അലയടിച്ചിരുന്നു. എന്നാൽ ടീമംഗങ്ങളിൽ പലർക്കും അത് കേൾക്കാനാകുമായിരുന്നില്ല. സഹതാരങ്ങളുടെ കണ്ണിലൂടെയും കൈകളിലൂടെയും ആശയവിനിമയം നടത്തി അർജന്റീന സ്പെയിനിന്റെ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചു കയറ്റി. ആ ഗോൾ ശബ്ദം കേട്ട് കാണികളായ കുട്ടിത്താരങ്ങളും അർജന്റീനയ്ക്ക് വേണ്ടി ആവേശഭരിതരായി. അർജന്റീന മെസ്സി ജയിക്കും. എനിക്ക് ഉറപ്പാണ് മെസ്സി എന്തായാലും കൊണ്ടുപോകും. മെസ്സി മാത്രമേ കൊണ്ടുപോകുള്ളൂ. കോഴിക്കോട് റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്റ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രതീകാത്മക ഫൈനൽ മത്സരം ഒരുക്കിയപ്പോഴുള്ള കാഴ്ചകൾ അത്രമേൽ ഹൃദയസ്പർശമായിരുന്നു. കേൾവി സംസാര പരിമിതികളുള്ള വിദ്യാർത്ഥികളാണ് അർജന്റീന സ്പെയിൻ ടീമുകളായി കളിക്കളത്തിലിറങ്ങിയത്. കുട്ടികളിൽ നല്ല ആവേശകരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇവിടെ നമ്മൾ കണ്ടു. നല്ലൊരു മത്സരമാണ് നടക്കുന്നത്. കുട്ടികൾക്ക് നന്നായിട്ട് അത് അവർ ചെറിയ കുട്ടികൾ വരെ നമ്മുടെ വേൾഡ് കപ്പ് ഇത് കാണാറുണ്ട് ടി വിൻ്റെ മുമ്പിൽ. അവർക്ക് എല്ലാ പ്ലെയേഴ്സിനും അറിയാം. നമ്മളിവിടെ അവിടെ ഒട്ടിച്ചിട്ടപ്പോഴൊക്കെ അവർ ഓരോരുത്തരുടെയും പേര് അവർ പറയുന്നുണ്ട്. അപ്പോൾ നിരന്തരം കുട്ടികൾ കാണുന്നുണ്ട് കളി. അവർക്ക് അതിൽ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കളി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് അവരതിൽ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. വേൾഡ് കപ്പിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാ ഭംഗിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കളിച്ചു എന്നുള്ളത്. അവരെ ഈ ഒരു ശ്രവണ പരിമിതി പോലും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ പെർഫോമൻസ് എന്നുള്ളതാണ് ഈ ഒരു കളിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഒടുവിൽ കുട്ടിത്താരങ്ങളുടെ കളിയിലും അർജന്റീന തന്നെ കപ്പ് നേടി. പരിമിതികൾക്ക് അപ്പുറമാണ് ഫുട്ബോൾ. ഇത്തവണ ലോകകപ്പ് അർജന്റീന തന്നെ കൊണ്ടുപോകുമെന്നാണ് ഈ കുട്ടിത്താരങ്ങളും ഉറപ്പിക്കുന്നത്. ക്യാമറമാൻ ദീപു മാന്നാറിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.
അലോഷ്യസ് സേവ്യറുമായുള്ള കൂടിക്കാഴ്ച നിഷേധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അലോഷ്യസ് സേവ്യർ സമയം ചോദിച്ച വ്യാഴാഴ്ച മുഖ്യമന്ത്രി കൊല്ലത്തായിരുന്നുവെന്നും വെള്ളിയാഴ്ച കൊച്ചിയിലുണ്ടെന്ന് അറിയിച്ചെന്നും വിശദീകരണം. എന്നാൽ അന്ന് താൻ കന്യാകുമാരിയിൽ പോകുന്നതായി അലോഷ്യസ് സേവ്യർ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രി മുഖം നൽകിയില്ലെന്ന് KPCCക്ക് പരാതി നൽകി അലോഷ്യസ് സേവ്യർ. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, മുഖ്യമന്ത്രിയും യുവ നേതാവുമായുള്ള ആ ഒരു പിണക്കം അത് മാറും അല്ലേ? മായ, ഇന്നലെ തേവര കോളേജിൽ നടന്ന പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി തിരികെ പോകുമ്പോഴോ വരുമ്പോഴോ ഈ അലോഷ്യസ് സേവ്യറിന് മുഖം നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്നലെ തന്നെ ഏറെ ചർച്ചയാവുകയും ചെയ്തതാണ്. കാരണം ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU അധ്യക്ഷനായിട്ടുള്ള അലോഷ്യസ് സേവ്യറിന് ഉള്ള പരാതി കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അത് പലപ്പോഴായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ അലോഷ്യസ് സേവ്യറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിലും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതിനുള്ള അവസരം നൽകിയില്ല എന്നതാണ് പരാതിയായി ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ അലോഷ്യസ് സേവ്യറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് അലോഷ്യസ് സേവ്യർ തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് സമയം നൽകുകയും ചെയ്തതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലോഷ്യസ് സേവ്യർ വരുന്നത്. ഈ വ്യാഴാഴ്ച മുഖ്യമന്ത്രി കൊല്ലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച നടത്താൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച അദ്ദേഹം കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹം കന്യാകുമാരിയിലാണ്. അലോഷ്യസ് സേവ്യർ കന്യാകുമാരിയിലാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ കൂടിക്കാഴ്ച നടക്കാതെ പോയത്, മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ കഴിയാതെ പോയതുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അദ്ദേഹത്തിന് മുഖം നൽകാതെ കടന്നുപോയതിന് ശേഷം അലോഷ്യസ് സേവ്യർ അടക്കം ഇക്കാര്യത്തിൽ KPCCക്ക് അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. KPCCക്ക് പരാതി നൽകിയത് ഒരു പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ അക്കാര്യത്തിൽ KPCCയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ KPCCയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും യുവ നേതാവായിട്ടുള്ള അലോഷ്യസ് സേവ്യറിനെ കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അദ്ദേഹം എന്താണ് പറയാനുള്ളത് എന്നത് സംബന്ധിച്ച് കേൾക്കാൻ തയ്യാറായില്ല എന്നതാണ്. പാർട്ടിക്ക് പുറത്ത് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അടക്കം അലോഷ്യസ് സേവ്യർ പലപ്പോഴായി നൽകുകയും ചെയ്തിരിക്കുന്നു. അത് മുഖ്യമന്ത്രിക്ക് ഏറെ ക്ഷീണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് ഏറെ ക്ഷീണമുണ്ടാക്കുന്ന ഒന്നാണ് എന്നൊരു വിലയിരുത്തൽ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതിനാൽ തന്നെയാകും ഈ വിശദീകരണം അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിലൊരു രണ്ട് അഭിപ്രായം തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം KSUവിൻ്റെ തന്നെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, കൃഷ്ണലാൽ ഉൾപ്പെടെയുള്ളവർ ഈ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് പുറത്തു നിന്നുള്ള CPM-ൽ നിന്നും അതുപോലെ തന്നെ BJP-യിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ആഭ്യന്തര കലഹം അത് മൂർച്ഛിക്കുകയാണോ? മുഖ്യമന്ത്രി എപ്പോഴും ഈ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ പാർട്ടിക്ക് ഉള്ളിൽ നിന്നുള്ള ഈ കലഹങ്ങളും കൂടി ആകുമ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ പോകുന്നത്? അതുതന്നെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു രണ്ട് വിഭാഗം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് KSUവിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുമ്പോൾ ഒപ്പം തന്നെ KPCCക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതിയിലേക്ക് പോകുമ്പോൾ അലോഷ്യസ് സേവ്യറിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട്. അവരും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തങ്ങളുടെ പരാതി കേൾക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. KSUവിനെ കായികമായി തന്നെ ആക്രമിച്ചിട്ടുള്ള ഒരു ആളുകളെ ഈ ഗവൺമെൻറ് പ്ലീഡർമാരായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തങ്ങൾക്ക് പരാതിയുള്ളത്. ആ പരാതിയിൽ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്ന് അലോഷ്യസ് സേവ്യർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നാണ് ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചത്. ഒപ്പം തന്നെ AGയുടെ നിയമോപദേശം അടക്കം ഇക്കാര്യത്തിൽ തേടിയിട്ടാണ് നിയമനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് KSUവിന് ഇക്കാര്യത്തിൽ എന്താണ് കാര്യം എന്നായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണമായി
ഔദ്യോഗികമായി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഈ രണ്ട് വിഭാഗം ഉള്ളതിനാൽ തന്നെയാണ് KPCCയിലേക്ക് പരാതി ചെന്നിട്ടുള്ളത്. ഇനി KPCC ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ KPCC എന്തായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം തേടുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടോ മുഖ്യമന്ത്രിയോടോ ഇത് സംബന്ധിച്ച് വിശദീകരണം തേടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തുതന്നെയായാലും ഈ വിഷയത്തിൽ ഒരു രണ്ട് വിഭാഗം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട്. അത് ഏറെ ചർച്ചയായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയും യുവ നേതാവ് അലോഷ്യയും തമ്മിലുള്ള ആ തർക്കം അത് തുടരുമോ അതോ പരിഹരിക്കപ്പെടുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാനാവും. KSU സംസ്ഥാന പ്രസിഡന്റിനെതിരെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് KSU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ. BJPയിൽ നിന്നും CPMൽ നിന്നും നേതാക്കൾ വന്നപ്പോൾ മുൻപെങ്ങും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടിൽ എന്താണ് തെറ്റെന്നും കൃഷ്ണലാൽ ചോദിച്ചു. അതിനിടെ അലോഷ്യസ് സേവ്യറിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു വിഭാഗം DCC ഓഫീസിനു മുന്നിൽ ഫ്ലക്സും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, എന്താണ് ഈ ഫ്ലക്സിൽ എന്താണ് പറയുന്നത്? മായ, ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തമ്മിലടി തുടരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ KSUവിലെ ചില നേതാക്കൾ എറണാകുളം ജില്ലയിൽ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ അനുകൂലിച്ചും ഒപ്പം തന്നെ എതിർത്തും കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണലാൽ തന്നെയാണ് അലോഷ്യസ് സേവ്യറിനെതിരായിട്ട് പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുൻപൊന്നും അതായത് CPMൽ നിന്നും BJPയിൽ നിന്നും അടക്കം ആളുകൾ മുൻപൊക്കെ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ ഉണ്ടാവാതിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു വിമർശനം തന്നെയാണ് KM കൃഷ്ണലാൽ തൻ്റെ ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് അലോഷ്യസ് സേവ്യറിനെ, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം KSU പ്രവർത്തകർ തന്നെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് വെച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു DCC ഓഫീസിന് സമീപത്തുള്ള ബസ് ഷെൽട്ടറിലായിട്ട് ഈ ഫ്ലക്സ് സ്ഥാപിച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫ്ലെക്സ് ഇവിടെ കാണുന്നില്ല. ഇത് KSUവിലെ തന്നെ ആളുകൾ മാറ്റിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം കഴിഞ്ഞ തവണയൊക്കെ എല്ലാം തന്നെ ഒരു വലിയ പ്രതിഷേധങ്ങൾക്ക്, അതായത് ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള തമ്മിലടി വിഷയങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ പരസ്യ പ്രതികരണങ്ങളൊക്കെ നടന്നതാണ്. ഈ DCC ഓഫീസിന് മുൻപിലുള്ള ഈ ബസ് ഷെൽട്ടർ ഏതായാലും നേരത്തെ മുഖ്യമന്ത്രി ആരാകണം എന്നടക്കമുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് VD സതീശനെ അനുകൂലിച്ചും VD സതീശനെ എതിർത്തും ഒക്കെ ഉള്ള ഫ്ലെക്സുകളൊക്കെ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ KSU ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഏതായാലും ഫ്ലെക്സ് വെച്ചിരുന്നത്. ഈ ഫ്ലെക്സ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എറണാകുളം അസംബ്ലി മണ്ഡലം KSUവിൻ്റെ അസംബ്ലി മണ്ഡലം കമ്മിറ്റിയിലെ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു ഫ്ലെക്സ് വെച്ചിരുന്നത്. ഈ ഫ്ലെക്സിൽ പ്രധാനമായിട്ടും ഇവർ പറഞ്ഞിരുന്ന കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിന് ഇടപെടാനായിട്ട് അധികാരമുണ്ട്, KSU അതിൽ ഇടപെടും, KSUക്കാരെ തല്ലിച്ചതക്കുന്നവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ടെന്നും ചരിത്രം മറക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങളെ അനുവദിക്കില്ല എന്നായിരുന്നു ഈ ഫ്ലെക്സിൽ പറഞ്ഞിരുന്നത്. ആ ഫ്ലെക്സ് ഇപ്പോൾ കാണുന്നില്ല. ഏതായാലും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ സംസ്ഥാന പ്രസിഡന്റിനെതിരായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി എറണാകുളം ജില്ലയിൽ കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും ഈ ചില ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള KSUവിൻ്റെ സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദം ഉയർത്തുന്നത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഏതായാലും ജില്ലാ പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെ ഏത് വിധത്തിലും തടയും അല്ലെങ്കിൽ ഇതിനെ എതിർക്കും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള KM കൃഷ്ണലാൽ തൻ്റെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് KSUവിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഒരു വിഭാഗം ഏതായാലും KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ നിലപാടിനെ എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. മായ, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് ലീഗ് ഹൗസിൽ നടക്കുന്ന യോഗത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്നാണ് സൂചന.
PM ശ്രീ പദ്ധതിയിലെ ലീഗ് നിലപാടും ചർച്ചയാകുമെന്ന് വിവരമുണ്ട്. ലീഗ് മന്ത്രിമാർ അവഗണിക്കുന്നുവെന്ന വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പരാതിയെ തുടർന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനവും സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. വ്യവസ്ഥാപിതമായി സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ടു പോകണമെന്ന നിർദ്ദേശം ഇന്നലെ നടന്ന മന്ത്രിമാരുടെ യോഗത്തിൽ നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഇന്നിപ്പോൾ ലീഗ് ഹൗസിൽ ലീഗിൻ്റെ യോഗമുണ്ട്, സംസ്ഥാന സമിതി യോഗം. ഇന്നലെ മന്ത്രിമാരുടെ യോഗം പാണക്കാടുണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും വെച്ചതാണ്, പല തീരുമാനങ്ങളും എടുത്തതാണ്. അതൊക്കെ തന്നെ അതിൻ്റെ ഒരു ബാക്കി പത്രമല്ല ഇന്നത്തെ യോഗം. തീർച്ചയായും ലീഗ് മന്ത്രിമാരാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലീഗ് ഹൗസിൽ നടക്കുന്ന ആ യോഗത്തിൽ പങ്കെടുക്കുക. നമുക്കറിയാം നിരവധി വിഷയങ്ങളാണ്, 2 മാസം പിന്നിട്ട സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളാണ് ചർച്ചാ വിഷയമാകുമെന്നുള്ളൊരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ലീഗിലെ മന്ത്രിമാർക്കെതിരെ MSF അതുപോലെ തന്നെ മറ്റു പോഷക സംഘടനകൾ, ലീഗിലെ പോഷക സംഘടനകൾ വിമർശനമുയർത്തിയിരുന്നു. ലീഗ് മന്ത്രിമാരുടെ ഈ സ്റ്റാഫ് നിയമനം ഉൾപ്പെടെയും ഒപ്പം തന്നെ PM ശ്രീ വഖഫ് ബോർഡ് വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു നയം വ്യക്തമാക്കേണ്ടതുണ്ട്. അതുൾപ്പെടെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു ചായ സൽക്കാര പരിപാടിയിൽ ഈ വിമർശനത്തിന് ഇന്ന് നടക്കുന്ന യോഗത്തിൽ നടക്കുന്ന ഒരു വിമർശനത്തിന് തടയിടുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെ ഒരു യോഗം നടക്കുകയും മന്ത്രിമാർക്കുൾപ്പെടെ ഇതിലൊരു നയം വ്യക്തമാക്കണമെന്നുൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ചയായിരുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ ഉൾപ്പെടെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ ഇവിടെ ഈ ചർച്ചയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും തുടർന്ന് കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനെ തടയിടാൻ മാത്രമുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ PM ശ്രീയിൽ ഉൾപ്പെടെ ഇന്നലെ തന്നെ PMA സലാം ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കുകയും ഈ ഒരു വിഷയത്തിൽ സർക്കാരിനൊപ്പം തന്നെയാണെന്നും ഈ PM ശ്രീ ഈ പദ്ധതിയിൽ പാഠ്യവിദ്യ വിഷയങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെ ശക്തമായി ചെറുക്കുമെന്നും നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ തീരുമാനത്തിൽ MSF ഉൾപ്പെടെയുള്ള സംഘടനകളെ അനുനയിപ്പിക്കാനുള്ള തീരുമാനങ്ങളും ഇന്നലെ തന്നെ എടുത്തിരുന്നു. എങ്കിൽ പോലും ഈ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വഖഫ് ബോർഡ് വിഷയത്തിൽ ഉൾപ്പെടെയുള്ള നയങ്ങളും ഇന്ന് വ്യക്തമാക്കുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. മായ. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരാൻ പോവുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 3 ആണ്ട്. 10 വർഷങ്ങൾക്കിപ്പുറം അധികാരത്തിലേറെ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ വിടവ് കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നഷ്ടം തന്നെയാണ്. കേരള ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് വന്ന് ഇതങ്ങ് ഏറ്റുവാങ്ങിയേച്ച് ജനക്കൂട്ടത്തിന് നടുവിൽ ചെറുപുഞ്ചിരിയോടെ കർമ്മനിരതനായി ഓടി നടക്കുന്ന ഒരാൾ. 1/2 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മരണം വരെയും ഈ മനുഷ്യൻ മതിയെന്ന ഒരു മണ്ഡലത്തിന്റെ നിശ്ചയദാർഢ്യം. മുന്നണി രാഷ്ട്രീയത്തിലെ ചാണക്യതന്ത്രങ്ങളും കരുനീക്കങ്ങളും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠന വിഷയമാക്കേണ്ട 2011 മുതൽ 2016 വരെയുള്ള വർഷങ്ങൾ. വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ മുൾമുനയിൽ നിന്ന 5 വർഷത്തെ ഭരണകാലം. ജനകീയതയും രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഒപ്പത്തിനൊപ്പം നിന്ന അപൂർവതയെ പ്രസ്ഥാനത്തിനപ്പുറം ജനം ചേർത്തുപിടിച്ചു. ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. ഞാൻ എവിടെങ്കിലും ഒറ്റയ്ക്കൊരു മുറിയിലായി കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥരാകും. അതേസമയം ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും അത് സന്തോഷമുള്ളൂ. കാരണം എൻ്റെ ശക്തിയും എൻ്റെ ബലഹീനതയും അത് തന്നെയാണ്. കേരളം ഇന്നോളം കണ്ട അത്ഭുത കാഴ്ചയായി മാറിയ ഒരു വിലാപയാത്ര. ആൾക്കൂട്ടം ജീവശ്വാസമായി കൊണ്ടു നടന്ന ഇതുപോലൊരു പ്രതിഭാസം ഇനിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇത്രമാത്രം. ചില കാലഘട്ടങ്ങളിൽ മാത്രമായി ചില ഇതിഹാസങ്ങൾ ജനിക്കുമത്രേ. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.
2 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒളമ്പക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതി വഴിയിലാണ്. 2018 വലിയ ആഘോഷത്തോടെ തുടക്കമിട്ട പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയും കരാർ കമ്പനിയുടെ വീഴ്ചയും കാരണം ഇന്നും ഇഴഞ്ഞു നീങ്ങുന്നത്. കിഫ്ബി വഴി കോടികൾ അധികമായി അനുവദിച്ചിട്ടും പദ്ധതിക്ക് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. 2018 ഡിസംബർ 9 എടപ്പാൾ മാറഞ്ചേരി പഞ്ചായത്തുകളെയും പൊന്നാനി താവനൂർ മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒളമ്പക്കടവ് പാലത്തിന് ജനപ്രതിനിധികളെ സാക്ഷി നിർത്തി നിർമ്മാണം തുടങ്ങിയത്. 2 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും BM കായലിന് നടുവിൽ പാതി വഴിയിൽ നിൽക്കുകയാണ് പാലം. 1ാം ഘട്ടത്തിൽ 12.82 കോടി രൂപ ചെലവഴിച്ച് പൈലിംഗ് നടത്തി പില്ലറുകൾ സ്ഥാപിച്ച് പാതി വഴിയിൽ നിലച്ച പദ്ധതി പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് കിഫ്ബി വഴി 31 കോടി രൂപ കൂടി അനുവദിച്ച് 2ാം ഘട്ട പ്രഖ്യാപനം നടത്തി. എന്നാൽ കോടികൾ വകയിരുത്തിയിട്ടും പദ്ധതി പൂർത്തീകരിക്കാനായില്ല. പണി കുറച്ച് ഒരു 80-85 മീറ്റർ പണി കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ പിന്നെ നിർത്തിവെച്ച് അവരൊക്കെ പോവുകയാണ് ചെയ്തിട്ട്. ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു എല്ലാവർക്കും, ഞങ്ങളെ ഈ ഒരു ഭാഗത്തുള്ളവർക്കും ആ ഭാഗത്തുള്ളവർക്കും ഇങ്ങോട്ട് വരാനും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊക്കെ നല്ലൊരു ഇതാണ്. ഞങ്ങളിങ്ങനെ ചുറ്റി വളഞ്ഞ് അങ്ങനെ പോകണം, ഇത്രയും കിലോമീറ്റർ ഞങ്ങൾക്ക് ചുറ്റി വളഞ്ഞ് പോകണം. ഇപ്പം അത് വേണ്ട, ഇത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ നല്ലൊരു എളുപ്പമുള്ള കാര്യമായിരുന്നു. പാല നിർമ്മാണം ആദ്യം ഏറ്റെടുത്ത മേരിമാത കൺസൾട്ടൻസി കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു. തുടർന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഏറ്റെടുത്തതോടെ ഉടൻ നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും നിർമ്മാണം നിലച്ചു. BM കായലിന്റെ ഇരുകരകളിലുമുള്ള 100 കണക്കിന് കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകേണ്ട പദ്ധതി കോടികളുടെ ഫണ്ട് അനുമതിയുണ്ടായിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാത്തത് ആരുടെ വീഴ്ചയാണെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. വിവേചന ബുദ്ധിയോടെ രാമായണത്തെ സമീപിക്കണമെന്ന് ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ. സമകാലിക മാനവിക മൂല്യങ്ങൾ വെച്ച് അളക്കുമ്പോൾ രാമായണത്തിൽ പലതും ഇന്ന് ശരിയല്ലെന്ന് തോന്നും. അതിനാൽ വിവേകത്തോടെ രാമായണത്തെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ചാവറ കൾച്ചറൽ സെന്ററിൽ രാമായണ മാസാചരണവും മതസൗഹാർദ്ദ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാമി ധർമ്മചൈതന്യ. ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ചാവറ കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പതിവ് തെറ്റാതെ ഇത്തവണയും രാമായണ മാസാചരണവും മതസൗഹൃദ സമ്മേളനവും നടന്നു. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ മതസൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിൽ നിന്ന് കൊള്ളേണ്ട ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിരാകരിക്കപ്പെടേണ്ട ചില മൂല്യങ്ങളുമുണ്ട്. ഈ വിവേചന ബുദ്ധിയോടുകൂടി രാമായണ പാരായണം നടത്തുമ്പോൾ രാമായണം പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ ഘടനയുടേതായ അവസ്ഥാഭേദങ്ങൾ പൂർണ്ണമായും സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ ഈ സ്ത്രീ സ്വാതന്ത്ര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മലയാളത്തിൽ ഒരാളൊരു കവിയായി തീരണമെന്നുണ്ടെങ്കിൽ അയാൾ എഴുത്തച്ഛനെ വായിച്ചിരിക്കണം. ഗുരുക്കന്മാരും വേദങ്ങളും ഒരു മതത്തിന്റെ ഭാഗമായി തീരുക എന്നത് മാനവരാശിയോട് മതങ്ങൾ പുലർത്തുന്ന ഏറ്റവും വലിയ നീതികേടാണെന്ന് ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ CH മുസ്തഫ മൗലവി പറഞ്ഞു. വേദങ്ങൾ ഒരു മതക്കാരുടെ മാത്രം കുത്തകയായി മാറുക, അവരുടെ ഒരു സ്വകാര്യ സ്വത്ത് പോലെ അത് കൊണ്ടു നടക്കുക എന്നുള്ളത് മാനവരാശിയോട് ഒരുപക്ഷെ മതങ്ങൾ പുലർത്തുന്ന അല്ലെങ്കിൽ മതസമൂഹങ്ങൾ പുലർത്തുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കർക്കിടക മാസം ആത്മീയതയുടെ വിളവെടുപ്പ് കാലമാണെന്ന് സെന്റ് ജോസഫ്സ് മൊണാസ്ട്രി സുപ്പീരിയർ ഫാദർ മാത്യു കോയിക്കര അഭിപ്രായപ്പെട്ടു. രാമായണം പദം വിഭജിച്ചാൽ കിട്ടുന്നത് രാമൻ അയനമെന്നാണല്ലോ.
ദ പാത്ത് ടു രാമ, രാമനിലേക്കുള്ള വഴി, നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു വഴി, ഒരു ആത്മപരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് ഈ രാമായണത്തിലെ ചില മുത്തുകളെ കണ്ടെത്താൻ സാധിക്കും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ ഒരു ശാന്തി ലഭിക്കുവാനായിട്ട് ഉള്ളിലുള്ള ദൈവം നിക്ഷേപിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള മൂല്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. ഈ കർക്കിടക മാസവും ഒരു ആത്മീയതയുടെ വിളവെടുപ്പ് കാലമായിട്ട് എനിക്ക് തോന്നുകയാണ്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ. സമ്മേളനത്തിൽ SH കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി ബി രാമായണ പാരായണം നടത്തി. കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം കൂടി മതസൗഹാർദ്ദ പരിപാടിയുടെ ഭാഗമായി നടന്നു. അമൃത ന്യൂസ്, കൊച്ചി. കയ്യിലൊരു ഫോണും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ അവർ മാധ്യമപ്രവർത്തകരായി. മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കാതെ എവിടെയും കയറി ചെന്ന് സൂം ചെയ്യുന്ന ഈ വർഗം സമൂഹത്തിന് തന്നെ വിപത്തായി മാറുകയാണ്. ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. വനിതാ ജംഗ്ഷൻ കണ്ട് തിരിച്ചു വരാം. നമസ്കാരം. സ്ത്രീ ശരീരങ്ങളെ വിറ്റ് കാശാക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. സ്വയം അവരെ മാധ്യമപ്രവർത്തകർ എന്നാണ് വിളിക്കുന്നത്. മുഖമൊഴിച്ച് മറ്റെല്ലാ ഇടങ്ങളെയും സൂം ചെയ്ത് പകർത്തുന്ന ഈ ദൃശ്യങ്ങൾക്ക് സമകാലിക വിഷയങ്ങളെക്കാൾ നല്ല വ്യൂ ആണ്. ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണയും ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുകയാണ്. മന്ത്രിക്കും രക്ഷയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അവസ്ഥ പറയണോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു നമ്മുടെ ജൂലൈ 6-ാം തീയതി ആയിരുന്നു ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം. ഞാൻ ഒരുപാട് സ്കൂളിൽ, എൻ്റെ മണ്ഡലത്തിൽ ഒരുപാട് സ്കൂളിൽ ഒരു സ്കൂളിൽ പോയപ്പം ഞാനൊന്നും അറിയുന്നില്ല. അവിടെ ഇരിക്കുന്ന ഒരാൾ, എൻ്റെ ആളിനൊന്നും പറയുന്നില്ല, ഒരാൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ തൊട്ട് ബാക്കിക്കുന്ന ആൾ കാണുന്നത് എൻ്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പം തന്നെ പിന്നെ അടുത്തു നിന്ന ആൾ പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആൾ വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആൾ പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡി പാർട്ടുണ്ട്. മുഖം ഏതൊരു മനുഷ്യൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖമില്ലാതെ ബോഡി. അപ്പം മിനിസ്റ്ററായ എൻ്റെ ഫോട്ടോ അങ്ങനെ പിന്നെ അത് വലിയ വിഷയമാക്കി അയാൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിനെയൊക്കെ അറിയിച്ചു, അത് വിഷയമാക്കി. അപ്പം ഞാനോട് ചോദിക്കും, ഒരു മിനിസ്റ്ററായ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ എൻ്റെ ബോഡി അങ്ങനെ ഫോട്ടോ എടുക്കാൻ പബ്ലിക് പ്ലേസിൽ ധൈര്യമുള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും? അമ്പിളി, മന്ത്രിക്ക് രക്ഷയില്ല, സിനിമാ താരങ്ങൾക്ക് രക്ഷയില്ല, പിന്നെ നമ്മുടെ കാര്യമൊന്നും പറയണ്ട എന്താകും എന്നുള്ളത്. ഒരു കയ്യിലൊരു ഫോണും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ അവർ മാധ്യമപ്രവർത്തകരാണ്. ഒരു ഫോൺ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മുഖം ഒഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും സൂം ചെയ്ത് അതിൽ ഏറ്റവും സ്വകാര്യ ഭാഗങ്ങളെ ആ ഒരു സ്ക്രീൻഷോട്ടാക്കി തംബ്നെയിലിട്ടിട്ട് പറയും, ഇവർ പറയുന്നത് കണ്ടോ, ഇവരുടെ നിൽപ്പ് കണ്ടോ. നമ്മുടെ കേരളം എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഐശ്വര്യ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടാണ് ഈ ദുരനുഭവം പങ്കുവെക്കുന്നത്. അതായത് കൊല്ലത്തെ ഒരു ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മുഖം കാണിക്കാതെ ശരീരഭാഗം മാത്രം ക്ലോസ് ചെയ്തിട്ട് മൊബൈലിൽ ദൃശ്യങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിക്കാതിരിക്കുകയും അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മന്ത്രി പറയുന്നു ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. മറ്റ് ചില ശരീരഭാഗങ്ങളുടെ കൂടെ മന്ത്രിയുടെ മുഖത്തിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട രീതിയിൽ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത സമൂഹ മാധ്യമങ്ങൾ വഴി അത്യന്തം, അതായത് നിർദാക്ഷിണ്യം അപഹസിക്കുകയും അതേപോലെ തന്നെ ഹീനമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. ഈ പറഞ്ഞത് കൂട്ടത്തിലുള്ള ആളുകൾ, നമുക്കിടയിലുള്ള ആളുകൾ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇട്ട് കൂടുതൽ റീച്ച് ഉണ്ടാകുന്നു. കാരണം ഇതിന് ആസ്വാദകരും കൂടുതലുള്ളത് കൊണ്ടാണല്ലോ ഇതിന് റീച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ബിന്ദു കൃഷ്ണ ഒരു മന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ ഒരു മന്ത്രിക്ക് ഇതാണ് പറ്റുന്നതെങ്കിൽ സാധാരണക്കാരെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി അതിക്രൂരമായിട്ടാണ് ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഇത് നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പിടിക്കുന്നു എന്നുള്ളതാണ്. അത് മന്ത്രി ചൂണ്ടിക്കാട്ടിയത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം എങ്ങോട്ടാണ് ഇത് പോകുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു തടയിടേണ്ട, പ്രതിരോധിക്കേണ്ട സമയമായി എന്ന് തന്നെയല്ല മനസ്സിലാക്കി. അതെ, ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ
ഓപ്പറേഷൻ തൂഫാൻ, അതായത് ഈ ലഹരിയെ വേരോടെ തച്ചുടയ്ക്കുക എന്നുള്ള ലക്ഷ്യം, അത് ആ ഒരു ലക്ഷ്യം ഫലം കാണുന്നു എന്ന് തന്നെ നമ്മൾ തന്നെ നിരന്തരം വാർത്തകൾ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള കാര്യങ്ങൾ, ഈ ഒരു സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം, അവരുടെ സ്വകാര്യതയിലുള്ള കടന്നുകയറ്റം, ഇതിലെന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? കാരണം അന്ന രാജൻ ഉൾപ്പെടെയുള്ള, ഹണി റോസ് ഉൾപ്പെടെയുള്ള നടിമാർ ഈ ഒരു വിഷയത്തിൽ വ്യാപകമായി പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ നടക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നിൽക്കുമ്പോൾ, ഏതെങ്കിലും ഉദ്ഘാടന ചടങ്ങുകളിൽ പോകുമ്പോൾ അവർ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിൽ സ്വകാര്യ ഭാഗങ്ങൾ മാത്രം സൂം ചെയ്ത് അതിനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് ഇത് കണ്ടു. പക്ഷേ ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വ്യൂ ആണ്. ആ വ്യൂ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളും കാണുന്നതാണ്. ഇപ്പോൾ സമകാലിക വിഷയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വ്യൂസും കമൻറ്റും ഒന്നും അങ്ങനെ ചിലപ്പോൾ കാണില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലെ കമൻറ്റുകൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണോ അവരുടെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഈ ഒരു പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരിൽ നിന്നൊക്കെ. പക്ഷേ അവരുടെ കമൻറ്റും കൂടി കാണുമ്പോൾ ആളുകൾ ഇതാണ് പ്രതീക്ഷിക്കുന്നത്, അവർക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ളതാണ് മനസ്സിലാകുന്നതും അല്ലേ? ഈ പ്രബുദ്ധതയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ വളരെ സംസ്കാര പ്രബുദ്ധരാണെന്നൊക്കെ പറയുന്നൊരു നാടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡിജിറ്റൽ സാക്ഷരതയിലും ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായി വളർന്നു വന്നിട്ടില്ലെങ്കിൽ നമ്മളത് നിയമത്തിൽ കൂടി തന്നെ വളർത്തിയെടുക്കണമെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ ഈ പ്രഗത്ഭരായ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ സംഭവിക്കുക. കാരണം നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് നമുക്കൊരു പൊതു പരിപാടിയാണെങ്കിൽ അവിടെ എത്ര മൊബൈൽ ഫോണുകളുണ്ട്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത മൊബൈൽ ഫോണുകളാണ്. അവിടെയാണ് ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്. ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വ്യാപക ദുരന്തം അല്ലെങ്കിൽ ഒരു മഹാമാരി പോലെയാണ് നമ്മൾ അതിനെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരെയും ശക്തമായ നടപടിയെടുക്കണം. ഈ മന്ത്രി ബിന്ദു കൃഷ്ണ സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടുന്ന പല കാര്യങ്ങൾ പോലെ തന്നെ പോലീസ് ഇതിനെ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കിയാൽ മതി. കാരണം ഓപ്പറേഷൻ തൂഫാനിൽ എങ്ങനെയാണോ ഒരു ബ്രേക്ക് ദി ചെയിൻ പോലെയാണ് കേസെടുക്കുകയും ആളുകൾ അറസ്റ്റിലാവുകയും അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൽ കേസുകൾ എടുക്കണം, ശക്തമായ നടപടി സ്വീകരിക്കണം. ആ സാഹചര്യത്തിൽ തന്നെ ഇതിൽ ഏറെക്കുറെ പ്രതിരോധിക്കാൻ കഴിയും. കാരണം ഏത് സർക്കാരിൻ്റെ കാലത്തായാലും നമുക്ക് നമ്മുടെ ഒരു പോലീസ് സംവിധാനം അനുസരിച്ച് ഇപ്പോൾ ലോക്കൽ പോലീസിലോ സൈബർ പോലീസിലൊക്കെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായാൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസമാണ് UAE ഒരു നിയമം പാസ്സാക്കിയത്. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഒരു സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയും അത്തരം നിയമങ്ങൾ കൊണ്ടുവരണം. കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. കൂടാതെ ഒരു ഫോണിൽ വീഡിയോ എടുക്കുക, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർത്തയാണ് യൂട്യൂബർ തൊപ്പി എന്താണ് ചെയ്തത്, തൻ്റെ സുഹൃത്തുക്കളുടെ, അത് നല്ലൊരു മാതൃകയാണ് അയാളെ ആ യൂട്യൂബറെ അറസ്റ്റ് ചെയ്തത്. അതുപോലെയുള്ള നടപടികളാണ് ഇക്കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ടത്. അതെ, അപ്പോൾ ഈ യൂട്യൂബർ തൊപ്പി ഇപ്പോൾ ഒളിവിലാണ്. കൂടാതെ അയാളുടെ സുഹൃത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അത്തരം ദൃശ്യങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇടാൻ തോന്നുന്നത്? ഒറ്റ കാര്യം മാത്രം, വ്യൂ. ആ വ്യൂവിലൂടെ അവർക്ക് ലഭിക്കുന്ന വരുമാനം, അതുകൊണ്ടാണല്ലോ ഇത്തരം പ്രവർത്തികൾ ചെയ്യാനായി അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റ് ആളുകളുടെ അവസ്ഥ എടുത്താൽ. ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അതിനുശേഷം വ്യൂ ഇല്ലാതെ വരുന്നു. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ദൃശ്യങ്ങൾ പകർത്തുക, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഈ നടിമാരുടെയോ അല്ലെങ്കിൽ നടന്മാരുടെയോ അത്തരം ദൃശ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒരു മരണ വീട്ടിലേക്ക് പോവുക, അവിടെ കരയുന്ന ദൃശ്യങ്ങൾ എടുക്കുക, പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ എടുക്കുക. അവർ കരഞ്ഞത് കണ്ടോ, അവർ ആ സമയത്ത് ചിരിച്ചത് കണ്ടോ. ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയാമ്മ ഉമ്മനെതിരെയും ഇത്തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. മരണത്തിന് പോയ സമയത്ത് ചിരിച്ചുകൊണ്ടാണ് കയറിയത്, മരണ വീട്ടിൽ ചിരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ. അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ അവർക്ക് നേരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പം ഈ നിലവിലുള്ള ഈ സൈബർ നിയമങ്ങൾ കുറച്ചും കൂടി കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യൂട്യൂബറുടെ കാര്യം പറഞ്ഞപ്പോൾ സ്വന്തം സുഹൃത്തുക്കളുടെ വീഡിയോ ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്കിടയിൽ തന്നെ ഈ കുറ്റവാളി മുഖമില്ലാതെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ നിലവിലെ സൈബർ നിയമങ്ങളിൽ കാലാനുസൃതമായ പരിഷ്കാരം വരുത്തണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസ് കുറച്ചും കൂടി ആക്റ്റീവ് ആകണം. അതായത് ഈ ഓരോ ദിവസം കഴിയുമ്പോൾ
തോറും ഈ സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോലീസിനും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളും അതുപോലെ തന്നെ സംവിധാനവും കുറച്ചും കൂടി മെച്ചപ്പെടുത്തണമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ ഡിജിറ്റൽ സാക്ഷരതയുടെ പേര് പറഞ്ഞ് സ്വയം നമുക്കുണ്ടാകേണ്ട സംസ്കാരമാണ് അത് എത്രത്തോളം വളർത്തിയെടുക്കാം. അത് ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും ഒക്കെ തുടങ്ങാം. പക്ഷേ ഇതൊന്നുമല്ലാത്ത ആളുകളുണ്ടല്ലോ നമുക്കിടയിൽ തന്നെ, ഈ സുഹൃത്തുക്കളായിട്ടും അല്ലാത്തവരായിട്ടൊക്കെ ഈ ഐഡന്റിറ്റി ഇല്ലാത്ത പ്രൊഫൈലിൽ നിന്നാണ് എപ്പോഴും സ്ത്രീകളെ, ഇപ്പം ഐശ്വര്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയോ സ്ത്രീകളുടെ ജീവിതവും ജീവനും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മന്ത്രിയും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പരിഭവവും പരാതിയും പറയുന്നതിനപ്പുറത്തേക്ക് ഇനിയെങ്കിലും സർക്കാർ ഇതിൽ ഒരു കാര്യമായൊരു ഇടപെടൽ നടത്തണമെന്നുള്ളത് തന്നെയാണ്. അതെ, ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് വിജയകരമായാണ് അത് മുന്നോട്ട് പോകുന്നത്. അത് മാധ്യമങ്ങളൊക്കെയും വലിയ സപ്പോർട്ടുമായി രംഗത്തുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സർക്കാർ കൃത്യമായ ഒരു നിലപാടും അല്ലെങ്കിൽ നടപടിയും സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഇത്തരക്കാരെ നമുക്ക് കടിഞ്ഞാനിടാൻ പറ്റും. ഒറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം അമ്പിളി. അത് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ കണ്ടതാണ്. അതായത് മഞ്ജു വാര്യർക്കും രക്ഷയില്ല, ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അനുചിത സ്പർശനം, ഒരു തമ്പാണ്. വെറുതെ നോക്കിയപ്പോഴേക്കും അതിൻ്റെ കമൻറ്റുകൾ ഞാൻ അതായത് വീഡിയോ എത്രയേ ഉള്ളൂ, ഒരു പെൺകുട്ടി മഞ്ജു വാര്യരെ വിളിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി. പക്ഷേ ആ വിളിക്കുന്നതിൻ്റെ ആ കൈയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ഇട്ടിട്ട് മഞ്ജു വാര്യരെ സ്പർശിക്കുന്നു. പക്ഷേ അതിന് ആ ഒരു ഫോട്ടോയ്ക്ക് തന്നെ എത്ര ലൈക്കും കമൻറ്റുകളുമാണ്. അപ്പോൾ അങ്ങനെ വാർത്ത വേറെ ആയിരിക്കാം, പക്ഷേ ഒരു ആ സാഹചര്യവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വാർത്ത വിപരീതപരമായ ഒരു കാർഡ് ഉണ്ടാക്കി അതിനെ ഇട്ടിട്ട് അതിൽ വ്യൂസ് ഉണ്ടാക്കുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിന് കഴിഞ്ഞാനിട്ടില്ല എങ്കിൽ ഇനിയും പലരുടെയും ജീവിതവും തകരുന്നൊരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കും. ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു കയറി അവരുടെ ജീവിതവും അല്ലെങ്കിൽ അവരെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരവും നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ടത് സർക്കാർ തന്നെയാണ്. കാരണം നിലവിലുള്ള സൈബർ നിയമങ്ങളിൽ കാര്യക്ഷമമായ മാറ്റം വരുത്തി സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സൗകര്യവും അവസരവും ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ കടമ തന്നെയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. BJP നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താൽപ്പര്യമെന്ന് മുഖപ്രസംഗം വിമർശിക്കുന്നു. സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതാണെന്നും വിമർശനമുണ്ട്. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ഹർജികൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറില്ല. വാക്കുപാലിക്കാനുള്ളതാണെന്ന് പറയുന്ന സർക്കാരിൻ്റേത് ഇരട്ടത്താപ്പാണെന്നും സമസ്ത വിമർശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള CJP സമരം തുടരുകയാണ്. നിരാഹാര സമരം നടത്തിയിരുന്ന സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം സോനം വാങ്ചുക്കിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികമായി ഇന്ന് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സ്മൃതി ദിനാചരണം നടക്കും. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ രാവിലെ കുർബാനയും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രത്യേക ധൂപപ്രാർത്ഥനയും നടക്കും. പുതുപ്പള്ളി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പള്ളി അങ്കണത്തിൽ സ്മൃതി സമ്മേളനവും പൊതുസമ്മേളനവും നടക്കും. പിന്നെ ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് വിപണി വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. നേട്ടത്തിലായിരുന്നു ഈ ഒരാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ തുടരുന്നു. ആ ഒരു ഏറ്റക്കുറച്ചിലിനിടയിലും മികച്ച നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. 24,300 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര ഓഹരി സൂചിയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ഈ ഒരു നിലവാരത്തിൽ വ്യാപാരം തുടരുകയും 24,500 എന്ന നിലവാരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അടുത്ത ആഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വേണ്ട രീതിയിൽ വിപണിക്ക് പ്രോത്സാഹനമാകുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളെല്ലാം മികച്ചതായിരുന്നു. അതിൻ്റെ ഒരു സ്വാധീനം വിപണികളിൽ ഉണ്ടായിരുന്നു.
കൊച്ചിയിൽ ബൈക്ക് യാത്രക്കാരനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബൈക്ക് തട്ടിയെടുത്തു. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. ആലപ്പുഴ ആര്യാട് സ്വദേശിയായ യുവാവിന്റെ ബൈക്കാണ് 2 പേർ ചേർന്ന് തട്ടിയെടുത്തത്. കേസിൽ കൊച്ചി സ്വദേശി ഇർഫാദിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ബൈക്കുമായി കടന്നുകളഞ്ഞ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന. വീടുകളുടെ മതിലുകൾ കാട്ടാന തകർത്തു. വാഴക്കോട് പ്ലാഴി ആറ്റൂരിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന നാശം വിതച്ചത്. പുലർച്ചെയോടെ പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാന 2 വീടുകളിലെ മതിലുകളാണ് തകർത്തത്. പുതുവീട്ടിൽ ഹുസൈന്റെ വീട്ടുവളപ്പിലെ മതിലുകളും വലിയ വീട്ടിൽ ദേവകിയുടെ വീട്ടിലെ മതിലുമാണ് കാട്ടാന തകർത്തത്. പ്രദേശത്തെ മറ്റു പറമ്പുകളിലെ വാഴ ഉൾപ്പെടെയുള്ള കൃഷിയും കാട്ടാന നശിപ്പിച്ചു. ജീവൻ പണയം വെച്ചാണ് പ്രദേശവാസികൾ വീടുകളിൽ കഴിയുന്നത്. വടക്കാഞ്ചേരി, മുള്ളൂർക്കര, ചേലക്കര പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി വരികയാണ്. കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ കാട്ടാനക്കൂട്ടം വീടിന്റെ മേൽക്കൂരയിലേക്ക് മരം മറിച്ചിട്ടിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് അയക്കാൻ സർക്കാർ തലത്തിൽ നിന്നും നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. ഗുഡ് മോർണിംഗ് കേരളം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇന്ന് ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. അപ്ഡേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കാണാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.